പേരാമ്പ്രയിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന വാദം തള്ളി DCC പ്രസിഡന്റ്. മുഖം മിനുക്കാൻ വേണ്ടി സൃഷ്ടിച്ച കള്ളക്കഥയാണെന്നാണ് ഇതിൽ പോകുന്നത്. പിന്നെ പറയുന്നത് ഇപ്പോഴത്തെ ഗ്രനേഡ് പൊട്ടിത്തെറിക്കില്ലെന്നാ. പുതിയ ഗ്രനേഡ് ഇപ്പോൾ ഉപയോഗിച്ച ഗ്രനേഡ് എന്നറിയോ? ആ ദിവസം പേരാമ്പ്ര പോലീസ് സ്റ്റേഷന്റെ നിലത്തിട്ടിട്ട് വെയിലത്തിട്ട് ഉണക്കി ഗ്രനേഡ് അവിടെ ഉപയോഗിച്ചത്. ഇതാ ഗ്രനേഡ് വന്ന അതേ ഭാഗത്ത് നിന്ന്, പോലീസ് നിൽക്കുന്ന അതേ ഭാഗത്ത് നിന്ന് ഒരു സ്ഫോടക വസ്തു വരുന്നതും നിലത്ത് പതിക്കുന്നതും പൊട്ടിത്തെറിക്കുന്ന വിഷയമാണിത്. 36 സെക്കൻഡ്. അതിന്റെ ഒരു ഭാഗത്തല്ല അല്ലേ, 2 ഭാഗത്തിൽ വിശ്വസിച്ചുണ്ട്. പിന്നെ കരുതിക്കൂട്ടി അക്രമം ഉണ്ടാക്കുന്ന ഹരിപ്രസാദ് DYSP ഒരു കയ്യിൽ ഗ്രനേഡും ഒരു കയ്യിൽ ലാത്തിയിട്ട് പോകുന്നത്. ഗ്രനേഡിന്റെ പിന്നി വലിക്കുമ്പോൾ MP ഉണ്ട് അപ്പുറത്ത് മറ്റൊരു പോലീസ് പറയുന്നു. ഞാൻ കഴിഞ്ഞ 3 ദിവസങ്ങളെ പറയുന്നുണ്ടല്ലോ, ഒരു ഇന്നലല്ലോ അതിന്റെ വിശ്വാസ പുറത്തുവിടുന്നത്. കഴിഞ്ഞ 3 ദിവസമായി മാധ്യമങ്ങൾ ഞാൻ പറയുന്നുണ്ട്, സ്ഫോടക വസ്തു എറിഞ്ഞതും സ്ഫോടക വസ്തു സൃഷ്ടിച്ചതും സ്ഫോടനമുണ്ടാക്കിയതും ഇരകളെ വേട്ടയാടിയതും ഒക്കെ പോലീസാണ്. 2 ദിവസം പരിപാടി ശേഷം 2 ദിവസം കനത്ത മഴയാ. അതിനുശേഷമാണ് ഇവിടെ ഫോറൻസിക്കാർ വരുന്നത്. ഞായറാഴ്ചയാണ് സ്ഫോടക വസ്തു വരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഇത്തവണ ഞങ്ങളുടെ തർക്കം പോലീസുമായിട്ടാ. അവിടെ CPM എന്താ കാര്യം? പോലീസിനെതിരെ ഞങ്ങൾ വിമർശിച്ചതിന് KC വേണുഗോപാലിനെയും ഷാഫി പറമ്പിലിനെയും എന്തിനാ ജയരാജൻ ഭീഷണിപ്പെടുത്തിയത്, TP രാമകൃഷ്ണൻ ഭീഷണിപ്പെടുത്തിയത്? സാധാരണ പ്രവർത്തകർ ഒരു സമരം നടത്തുമ്പോൾ അതിലേക്ക് MP പോകുന്നതാണോ തെറ്റ്? ഇവരാരും പോരില്ലേ? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മുൻപ് ഇവിടെ MP-മാരുണ്ടായിരുന്നു. ആ MP-മാരൊന്നും പെരുമാറിയ പോലെയല്ല പറമ്പിൽ പെരുമാറിയിട്ടുള്ളത്. കല്ലും വടിയുമായിട്ടാണ് ഷാഫി വന്നതെന്നുള്ളതാണ് CPM-ന്റെ പ്രധാനപ്പെട്ട ആരോപണം. മുമ്പുണ്ടായിരുന്ന MP-മാർ സീനിയർ നേതാക്കളാണ്. അവർ ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും ചെയ്ത നേതാക്കളാണ്. അവർ ഇത്ര സ്വതന്ത്ര കാര്യമില്ല. ഷാഫി പറമ്പിലൊക്കെ യുവാവാണ്. ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം വന്നു. അത് ആദ്യം വരാത്തത് കുറ്റമോ ഇപ്പം വരാത്തത് ശരിയോ അല്ല കുറ്റമോ ഒന്നും ആർക്കും പറയാൻ സാധിക്കില്ല. വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ കൂട്ടമായി എത്തിയിട്ടുണ്ട്. അത് പ്രീപ്ലാൻഡ്, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാമെന്ന് കരുതിക്കൊണ്ടാണ് അവർ വന്നത് എന്നൊക്കെയാണ്. ഞാൻ പറയാം, പേരാമ്പ്രയിലെ പ്രവർത്തകർക്ക് അപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തേണ്ടിയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ പ്രകടനത്തിൽ പേരാമ്പ്രയിലെയും പരിസര പ്രദേശങ്ങളിലെയും മാത്രം പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ തലേദിവസം ഉണ്ടായ സംഭവം എന്താ? അതിന്റെ തലേ ദിവസം CKG കോടതിയിൽ ജയിക്കുന്നു. ആ ജയിച്ചപ്പോൾ ആളാർപ്പടം നടത്തുന്നു. ആ പ്രകടനത്തെ പോലീസും CPM-ഉം കൂട്ടമായി ആക്രമിക്കുന്നു. അതിൽ പ്രതിഷേധിച്ച് പിറ്റേന്ന് ഹർത്താൽ. ആ ഹർത്താൽ ഉണ്ടായി വേദന അനുഭവിക്കുന്ന സഹപ്രവർത്തകരെ കാണാൻ തൊട്ടടുത്ത വന്നത് എന്താ കുറ്റം? ഇവർ ചേവായൂർ ബാങ്കിൽ വന്നിട്ട് കല്ലാച്ചിക്കാരനും വളയത്തരും വോട്ട് ചെയ്തവരാണോ ഇത് ഞങ്ങളെ പഠിപ്പിക്കുന്നത്? ആദ്യവും അവസാനവും എല്ലാം ഇപ്പോഴും ആദ്യമല്ല പ്രകോപനം പോലീസിന്റെ ഭാഗത്താണ്. ഈ പറയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അതിൽ പറയുന്ന നമ്മൾ നേരത്തെ കോൺഗ്രസിനെതിരെ ആരോപണം, ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു കുപ്പി പോലെ വസ്തു പോകുന്നു, സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്നതാണ്. അതിന്റെ നിങ്ങൾ പറയുന്ന പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. നിങ്ങൾ നോക്ക്, വിഷ്വൽ കാണൂ. പോലീസ് നിൽക്കുന്ന ഭാഗത്തു നിന്നും, അതായത് ഗ്രനേഡ് പൊട്ടുന്നു, പുക വരുന്നു. ആ പുകയിൽ ആകെ ബുദ്ധിമുട്ടുന്നു അവിടെ നിൽക്കുന്ന പ്രവർത്തകരൊക്കെ മൂക്കുപൊത്തി ചെവി പൊത്തി കണ്ണുപൊത്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിന്റെ അതേ ഭാഗത്തുനിന്നും ഒരു സ്ഫോടക വസ്തു വരുന്നു, നിരത്തിടുന്നു, പൊട്ടിത്തെറിക്കുന്നു. ആ വിഷയം പുറത്തുവിട്ടത്. അല്ല, പോലീസിനോട് രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. പ്രകടനം തടഞ്ഞ് തല്ലാൻ പറ്റുന്ന ഉമ്മ വെക്കണോ? ഞങ്ങള് ആയുധം എടുത്തിട്ടില്ല. വാക്കുകൾ കൊണ്ടുള്ളത് ഇന്നലെയും ചെയ്തിട്ടുണ്ട്, നാളെയും ചെയ്യും. അല്ല, അവിടെയാണ് പോലീസിന് ഗ്രനേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് അനൗൺസ്മെന്റ് വേണ്ട. ആദ്യം ഉണ്ടായോ? അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ എന്തിനീ പോലീസ് അതിക്രമത്തെ കുറിച്ച് എന്നോട് ചോദിക്കുന്നു? ഇവിടുത്തെ റൂറൽ SP പറഞ്ഞല്ലോ അതിക്രമം ഉണ്ടായിന്ന്. അതിനപ്പുറത്ത് എന്താ പറയാനുള്ളത്? ആയിക്കോട്ടെ, രണ്ടാമതാണല്ലോ പറഞ്ഞത്. ഞങ്ങളിപ്പോ പറഞ്ഞോ, അവിടെ സ്ഫോടക വസ്തു പൊട്ടി എന്നുള്ളത് സത്യമാണ്. എറിഞ്ഞത് പോലീസാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. 7:17 7:17 ഇത് സ്ഫോടക വരുന്നത്. ഇന്ന് UDF-ന്റെ സത്യാഗ്രഹമാണ്.
അകാരണമായ അറസ്റ്റാണ്. ആ അറസ്റ്റിനെതിരെയുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം മുന്നോട്ട് പോകും. KPCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി പങ്കെടുക്കുന്നുണ്ട്, പാറക്കൽ അബ്ദുള്ളയുണ്ട്, TT ഇസ്മായിലുണ്ട്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രമുഖരായ നേതാക്കളാണ് ഇവിടുന്ന് 2 മണിക്കൂർ പ്രതിഷേധത്തിൽ നടത്തുന്നത്. ഈ സമരം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും, നീതി കിട്ടുന്നതുവരെ. പ്രസിഡന്റ്, പ്രവർത്തകർക്കിടയിൽ നിന്ന് സ്ഫോടവസ്തു എറിയുന്നതായിട്ട് ദൃശ്യം പുറത്തു വന്നിട്ടില്ല. ആ പ്രവർത്തകനെ കണ്ട് എന്തെങ്കിലും തരത്തിൽ ചോദിച്ചിരുന്നോ? ഉണ്ടായിട്ടില്ല. ഞാൻ പറയട്ടെ, കാരണം ഞാൻ അവിടെ ഉണ്ടല്ലോ, ഞാൻ അടുത്തുണ്ടല്ലോ എല്ലാത്തിലും. ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നതാ, സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണ്. ഗ്രേനേഡ് എറിഞ്ഞതിന് തൊട്ടു പുറകെ ആ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. പോലീസിന്റെ വാദം കോൺഗ്രസ് തള്ളുകയാണ്. പോലീസ് പറഞ്ഞ സ്ഫോടക വസ്തു എറിഞ്ഞത് പ്രവർത്തകരല്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് കോഴിക്കോട് DCC പ്രസിഡന്റ്. പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടില്ല. ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് അന്നുണ്ടായ ദൃശ്യം. അത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നല്ല സംഭവിച്ചത്. സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണ് എന്നാണ് ഇപ്പോഴും കോൺഗ്രസ് പറയുന്നത്. പോലീസിന്റെ വാദത്തെ തള്ളുകയാണ് കോൺഗ്രസ്.